അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവുന്ന ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. തരി നുള്ളി പൊരിച്ചത്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രക്കും സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. അതുമാത്രമല്ല, നമ്മളെ വീട്ടിലൊക്കെ തന്നെ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് കൂടിയാണിത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല തരിതരിങ്ങനെ ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ബിസ്മില്ലാ. നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ മുട്ടയിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്ന വരെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പഞ്ചസാരൻ്റെ അളവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. കുറച്ച് ഒന്ന് കൂട്ടിയെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നേരിയ മധുരമാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ പകുതി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ മെഷർമെൻറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. ആ ഒരു തിക്നെസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള റവയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് തിക്നെസ് എന്നുള്ളത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചുകൂടി റവ ചേർക്കണം. അപ്പോൾ ബാക്കി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് തിക്നെസ് ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. വല്ലാതെ കട്ടിയാവരുത്, എന്നാൽ വല്ലാതെ ലൂസ് ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിക്കാം. ഇനി ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒന്ന് കട്ടിയായിട്ട് വരും. ആ റവൊക്കെ ഒന്ന് കുതിർന്നിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് തിക്നെസ് ആയിട്ട് കിട്ടും. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമ്മളിത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കാനുള്ള ചട്ടിയൊക്കെ വെച്ച് ചൂടായി എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിക്കോളും. നമ്മളെ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും പൊരിച്ചെടുക്കാം. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഓയിലിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ബാറ്ററിലേക്ക് ഒരു ചെറിയ കാര്യം ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട്. 2 നുള്ള് ഉപ്പ്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മളെ ബാറ്ററിൻ്റെ ഒരു തിക്നെസ്, ആ ഒരു കട്ടി കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇത്രയൊരു കട്ടി ഉണ്ടാവണം. ഒന്നിങ്ങനെ നുള്ളി എടുത്തിട്ട് ഇടാനുള്ള ഒരു തിക്നെസ് ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി ഇതിങ്ങനെ കൈകൊണ്ട് ചെറുതായിട്ട് നുള്ളി എടുത്തിട്ട് വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പൊരിച്ചെടുത്തു, പക്ഷേ ക്യാമറ ഓഫായിരുന്നു. അപ്പോൾ ബാക്കി പൊരിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മളിതിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ളത് പോലെ തോന്നും. പക്ഷെ ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ തന്നെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടും. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മൾ എണ്ണ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളിത് ഓരോന്നായി നുള്ളി ഇടുമ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും ബാക്കിയുള്ളത് കരിഞ്ഞു പോകും. അപ്പം നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മറിച്ചിടാം. ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പലഹാരങ്ങളൊക്കെ പൊരിച്ചെടുക്കണ പോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം. പക്ഷേ നമ്മൾ കോരിയെടുക്കുന്ന സമയത്തും കുറച്ച് സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. അതൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുറച്ച് നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇത് റവ ആണ്, മുട്ട ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും.
നമ്മളത് ഹാർഡാവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ കരിഞ്ഞു പോവുള്ളൂ. ഇപ്പം നമ്മളെ റവ നുള്ളി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ നല്ലൊരു പലഹാരം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണിത്. അതുകൊണ്ടാണ് സിമ്പിളാണെങ്കിലും നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് റിക്വസ്റ്റഡ് വീഡിയോസൊക്കെ കുറേ ഉണ്ട്, ഒന്നും മറന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും.